മരുഭൂമിയിൽ ദാഹിച്ചു വലയുന്നവന് ലഭിക്കുന്ന കുളിർമയുള്ള പാനീയം പോലെയാണ് നമ്മുടെ ആത്മാവിന് ഖുർആൻ നൽകുന്ന ആശ്വാസം. ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, മിനസ്സുലുമാത്തി ഇലന്നൂർ, മനുഷ്യനെ നയിക്കാനാണ് ഇത് അവതരിപ്പിക്കപ്പെട്ടത്. നാം ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നാം സംസാരിക്കുന്നത് പ്രപഞ്ചനാഥനോടാണ്. ആ വചനങ്ങൾ നമ്മുടെ ചിന്തകളെ ശുദ്ധീകരിക്കുകയും സ്വഭാവത്തെ മനോഹരമാക്കുകയും പ്രതിസന്ധികളിൽ നമുക്ക് കരുത്തു നൽകുകയും ചെയ്യുന്നു. ഈ റമദാനിൽ ഖുർആനുമായി നാം എത്രത്തോളം അടുക്കുന്നുവോ അത്രത്തോളം നമ്മുടെ ഹൃദയങ്ങൾ അള്ളാഹുവിൻ്റെ പ്രകാശത്താൽ തിളങ്ങും. ഖുർആൻ അള്ളാഹുവിൻ്റെ വചനങ്ങളാണ്. അത് പാരായണം ചെയ്യുമ്പോൾ ചില പ്രത്യേകതകളും മര്യാദകളും പാലിക്കേണ്ടതുണ്ട്. 1, 2, 3 ഹത്തമുകൾ വളരെ പെട്ടെന്ന് ഓതി തീർക്കുകയല്ല വേണ്ടത്. അത് അതിൻ്റെ മനോഹാരിതയോടുകൂടി അതിൻ്റെ അർത്ഥങ്ങൾ ചിന്തിച്ചുകൊണ്ടും അക്ഷരങ്ങൾ വ്യക്തമായി ഉച്ചരിച്ചുകൊണ്ടും വളരെ സാവധാനത്തിൽ വേണം ഓതി തീർക്കുവാൻ. ജനങ്ങൾക്ക് സന്മാർഗമായും നേർവഴി കാട്ടുന്ന വ്യക്തമായ തെളിവുകളായും സത്യവും അസത്യവും വേർതിരിച്ചു കാണിക്കുന്നതുമായും വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാകുന്നു റമദാൻ. സൂറത്തുൽ ബഖറയിലെ 155 ആയത്തുകളാണിത്.